ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കക്കയിറച്ചി റോസ്റ്റാണ്. കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യമായി വേണ്ടത് 1/2 കിലോ കക്കയിറച്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി ചെറുതായി നുറുക്കിയതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ, പച്ചമുളക്, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരല്പം കുരുമുളക് കൂടി നമുക്ക് ഇതിനായി ആവശ്യമാണ്. അടുത്തതായി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അല്പം ഉപ്പ് ചേർത്താൽ മതി. ആവശ്യമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്പം കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അടുത്തതായി നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത കക്കയിറച്ചി നമുക്ക് ഇനി ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്ക നല്ല ഡീപ് ഫ്രൈ ആവുന്ന വരെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. എന്നാലാണ് നല്ല ക്രിസ്പായിട്ടിരിക്കുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ മസാല ഓൾറെഡി തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കക്ക ഫ്രൈ ചെയ്ത അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ മുളക് പൊടി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പച്ചമുളക് കൂടി നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി നല്ല രീതിയിൽ വഴണ്ട് നമുക്ക് കിട്ടണം. അതിനുശേഷമാണ് നമുക്കിനി അടുത്ത മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
തക്കാളി നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. തക്കാളി നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായി മൂത്ത് വന്ന് അതിൻ്റെ മണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് അടുത്തതായി മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയുടെ കുത്തുമാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവേ ഉണ്ടാകുള്ളൂ, ഒരുപാട് എരിവുണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയിലും തക്കാളിയിലും നന്നായിട്ട് എല്ലാ മസാലകളും യോജിച്ച് വന്നിട്ടുണ്ട്. വഴണ്ട് വന്ന മസാലക്കൂട്ടിലേക്ക് നമുക്കിനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി മസാലക്കൂട്ടിലേക്കിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയിൽ ഒരു 5 മിനിറ്റോളം നമുക്ക് കക്കയിറച്ചി ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചിയേറിയ കക്ക റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.